ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ പോര്. സഭ ആരംഭിച്ചതിന് പിന്നാലെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ രൂക്ഷമായ വാക്പോരുണ്ടായി. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ചർച്ചയല്ല, മന്ത്രിയുടെ രാജിയാണ് വേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. പാരടിപ്പാട്ടുമായി ഇരുപക്ഷവും രംഗത്തെത്തി. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. മറ്റാരാണ് അപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള പ്രതിഷേധം ശക്തമായതോടെ ചൊവ്വാഴ്ച വരെ സഭ പിരിയാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്പീക്കർ അംഗീകരിച്ചു. പതിവിൽ നിന്ന് വിപരീതമായി ഭരണപക്ഷം മുദ്രാവാക്യം വിളികളുമായി പുറത്തേക്കിറങ്ങി. പിന്നാലെ പ്രതിപക്ഷവും. അടിയന്തര നന്ദി പ്രമേയത്തിനുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും. അവിടെ നിന്ന് പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് അവർ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പാന്ന് വിളിക്കുന്നു. അതാണ് വസ്തുത. അതേതായിട്ടുള്ള സഭയിൽ വേറെ സീറ്റിലിരുന്നാലല്ലേ അവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത്. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. അവിടെ നിന്ന് പോറ്റിയെ കയറ്റിയത് ബഹുമാനപ്പെട്ട CM തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട CM ചൊവ്വാഴ്ച വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, ഇന്ന് എന്താണ് സഭയിൽ ഉണ്ടായത്? ഇന്ന് സഭ വലിയ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ ഇന്ന് ചോദ്യോത്തരവേളയിലായിരുന്നു, ശൂന്യവേളയിലേക്ക് നേരിട്ട് കടക്കുകയാണ് ചെയ്തത്. ശൂന്യവേളയിൽ ആദ്യം മറ്റു നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. സബ്മിഷൻ ശ്രദ്ധ ക്ഷണിക്കൽ അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടന്നു. ആദ്യം തന്നെ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് ചരമോപചാരമാണ്, അതുവരെ സഹകരിക്കണമെന്ന് പറയുകയും ചരമോപചാരം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ കൊണ്ടുവന്നതാണ്, അന്ന് ചർച്ചയ്ക്ക് ഇത് അനുവദിച്ചില്ല, അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം പരിഗണിക്കണം, ദേവസ്വം മന്ത്രിയായ VN വാസവൻ രാജിവെക്കണം, അതിനൊപ്പം തന്നെ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം, ഇത് 2 ഞങ്ങളുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഈ സമയത്ത് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ഭയമുണ്ടോ നിങ്ങൾക്ക് നോട്ടീസ് നൽകൂ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും ബഹളം കൂട്ടുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഏതാണ്ട് 50 മിനിറ്റ് നേരത്തോളം ഈ സഭാ നടപടികൾ അങ്ങനെ മുന്നോട്ട് പോയി. 50 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വലിയ പ്രതിഷേധം നടന്നു വരുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷത്തിന് മറ്റു ചില ആവശ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് സഭ നാളെയുണ്ട്, നാളത്തെ മാറ്റിവെച്ച് ഇനി ചൊവ്വാഴ്ച ചേരാം എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് സഭയുടെ ഹാളിനുള്ളിൽ തന്നെ ഫ്ലോറിൽ തന്നെ ഈ പോറ്റിയെ കയറ്റിയ പാട്ട് നമുക്ക് പരസ്പരം കേൾക്കാൻ കഴിയുമായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും അത് ഒരുപോലെ തന്നെ പാടുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പുറത്തേക്ക് വരുന്നതിനിടയിൽ കുറച്ച് നേരത്തെ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ, അതൊരു അസാധാരണ നീക്കമായിരുന്നു, ഭരണപക്ഷ അംഗങ്ങൾ ഗേറ്റിന് മുന്നിലെത്തി, നിയമസഭയുടെ പ്രധാന ഗേറ്റിന് മുന്നിലെത്തി മാധ്യമങ്ങളെ കണ്ട് അവർ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകാതെ കള്ളപ്രചരണം നടത്തുകയാണ്. അവർ നോട്ടീസ് നൽകിയെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന നിലപാട് ഭരണപക്ഷത്തെ MLA മാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇവർ പോയതിനു ശേഷമാണ് പ്രതിപക്ഷ MLA മാർ വന്നത്. പ്രതിപക്ഷ MLA മാർ തങ്ങളുടെ ആവശ്യത്തിൽ നേരത്തെ ഉറച്ചു നിൽക്കുന്ന അതേ ആവശ്യം വീണ്ടും ആവർത്തിച്ചു. ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്കും തയ്യാറില്ല, ചർച്ചയല്ല വേണ്ടത്, നടപടിയാണ് വേണ്ടത്, VN വാസവൻ രാജിവെക്കണം, ഈ ആവശ്യം മുന്നോട്ട് വെച്ച് പ്രതിഷേധ നടപടികളിലേക്ക് പോകും എന്നും പ്രതിപക്ഷം വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകില്ല എന്നതിന്റെ കൃത്യമായ സൂചന തന്നെ ആദ്യത്തെ ദിവസം, അതായത് സഭാ നടപടികൾ സുഗമമായി പോകുന്ന ആദ്യത്തെ ദിവസം തന്നെ വ്യക്തമായിട്ടുണ്ട്. അജിൻ, ശരി.